സാഹചര്യം കുടുംബത്തിൻ്റെ പശ്ചാത്തലമെല്ലാം അവനറിയാം. ഞാനിപ്പം താമസിക്കുന്നതിന് ഒരു ജപ്തി ചെയ്തിട്ട് എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അതൊക്കെ വീണ്ടെടുക്കണം നിങ്ങളുടെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ഗ്രീൻ സിറ്റി എന്ന് പറയുന്ന ഒരു കോളേജിനെ കാണിച്ചിട്ടാണ് ഇവർ ഈ ബി ടി എൽ എന്ന് പറയുന്നത് കോളേജിലോട്ട് അഡ്മിഷൻ എടുക്കുന്നത്. ആ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പോലും നമുക്കറിയില്ല നമ്മൾ ബി ടി എല്ലാണെന്നുള്ളത്. സന്ദീപ് എന്ന് പറയുന്ന അധ്യാപകൻ അവിടുത്തെ പ്രശ്നക്കാരനാണ്. എല്ലാ കുട്ടികളും ടോർച്ചറും ചെയ്യുന്ന ഒരു അധ്യാപകനെന്ന് പറയുന്നത്. എല്ലാവർക്കും തുറന്ന് പറയണമെന്നുണ്ട്, പക്ഷേ ആർക്കും തുറന്ന് പറയാൻ വയ്യ. അത്ര പേടിയാണ്, അത്ര ടോർച്ചറിങ് ഉള്ളൊരു കോളേജ് അതെന്നാണ് പറയപ്പെടുന്നത്. ഈ പെൺകുട്ടികളുടെ മുമ്പിൽ വെച്ച് അവനെ നല്ല രീതിയിൽ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു മലയാളിയും ആ ബി ടി എൽ സ്കൂൾ ആ കോളേജിൽ അഡ്മിഷൻ എടുക്കരുത്, അതുമാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ മോന് സംഭവിച്ചത് വേറെ ആയിരിക്കും സംഭവിക്കാൻ പാടില്ല. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസമാണ് മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥിയായ ആദിത്യൻ ബംഗളൂരുവിൽ ജീവനൊടുക്കിയത്. എന്തിനാണ് ആദിത്യൻ ഇത്തരത്തിലൊരു കടുങ്കൈ ചെയ്തത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് മറുനാടനോട് ആദിത്യൻ്റെ അച്ഛനായ പ്രദീപ് കുമാർ മറുനാടനോട് പ്രതികരിക്കുകയാണ്. ആദിത്യൻ പഠിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നമുള്ളതായി എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വിഷുവിന് വീട്ടിൽ വന്നപ്പോഴാണ് പറഞ്ഞത്, ഇങ്ങനെ എൻ്റെ കൂടെ പഠിക്കുന്ന 2 കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിച്ച് അതിൽ എൻ്റെ മോനെ കൂടെ ഉൾപ്പെടുത്തി നീയും കൂടെ ഇതിലംഗമാണെന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോയി പെൺകുട്ടികളുടെ മുമ്പിൽ വെച്ച് അവനെ നല്ല രീതിയിൽ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സന്ദീപ് പാണ്ഡെ എന്നാണ് ആ അധ്യാപകൻ്റെ പേര്. ആ ഒരു ടോർച്ചറിങ് മാത്രമാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ ബി ടി എൽ കോളേജ് എന്നുള്ളൊരു കോളേജിലല്ല അഡ്മിഷന് ഞങ്ങളിവിടെ പോയത്. ഞങ്ങളുടെ അടുത്ത് കാണിച്ചിരിക്കുന്നത് ഗ്രീൻ സിറ്റി എന്ന് പറഞ്ഞ കോളേജാണ്. നല്ല കോളേജ് എന്ന് പറഞ്ഞുകൊണ്ട് അനുജിത്ത് എന്ന് പറയുന്ന ഒരു സാറാണ് നമുക്ക് അവിടെ അഡ്മിഷൻ എടുത്ത് തന്നത്. അപ്പോഴും നമ്മൾ ബി ടി എല്ലാണെന്നുള്ളത് അറിയുന്നില്ല. ഈ അഡ്മിഷനൊക്കെ എടുത്തിട്ടും അവർ 1 വർഷം കഴിഞ്ഞിട്ടാണ് യൂണിഫോം വരെ കൊടുത്തത്. ആ യൂണിഫോം ഇട്ടപ്പോഴാണ് അവ അറിയുന്നത് ഇത് ഗ്രീൻ സിറ്റിയിൽ അല്ല അച്ഛ പഠിക്കുന്നത്, ഞാൻ ബി ടി എല്ലാണെന്നാണ് പറഞ്ഞത്. ബി ടി എൽ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ആരും പോകുന്നില്ല. ഈ ഗ്രീൻ സിറ്റി എന്ന് പറയുന്ന ഒരു കോളേജിനെ കാണിച്ചിട്ടാണ് ഇവർ ഈ ബി ടി എൽ എന്ന് പറയുന്നത് കോളേജിലോട്ട് അഡ്മിഷൻ എടുക്കുന്നത്. ആ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പോലും നമുക്കറിയില്ല നമ്മൾ ബി ടി എല്ലാണെന്നുള്ളത്. അഡ്മിഷൻ്റെ ആ സമയം തൊട്ട് തുടങ്ങിയൊരു ഇഷ്യൂ അത്. സന്ദീപ് എന്ന് പറഞ്ഞ അധ്യാപകന് മറ്റ് വിദ്യാർത്ഥികളോട് ഇങ്ങനെ തന്നെയാണ്. ഈ സന്ദീപ് എന്ന് പറയുന്ന അധ്യാപകൻ അവിടുത്തെ പ്രശ്നക്കാരനാണ്. എല്ലാ കുട്ടികളും ടോർച്ചറും ചെയ്യുന്ന ഒരു അധ്യാപകനെന്ന് പറയുന്നത്. ഈ അധ്യാപകൻ കാരണം ഒരു 18ഓളം കുട്ടികൾ അവിടെ നിന്ന് മാറി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിലുള്ള 2 കുട്ടികളെ ഞങ്ങൾ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഈ സാറിൻ്റെ ഉപദ്രവം സഹിക്കാതെ ഞങ്ങൾ മതിയാക്കി പോയതാണെന്നുള്ളത്. നമുക്ക് ഇപ്പോഴെപ്പോഴാണ് ഓരോ കുട്ടികൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത്. എൻ്റെ മോൻ അങ്ങനെ ഒരു ആത്മഹത്യ ഒരിക്കലും ചെയ്യൂല. അവനെ ആ നിലയിൽ കൊണ്ട് എത്തിച്ചെന്നാണ് പറയണത്. ഈ സന്ദീപ് പാണ്ഡെ എന്ന് പറയുന്ന സാറ് കൊണ്ട് എത്തിച്ചതെന്നാണ് പറയണത്. കുറേ കേസുകൾ അവൻ്റെ തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയണത്. എപ്പോഴും മറ്റുള്ള മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യുകയാണ് ഈ സാറിൻ്റെ ജോലി എന്നാണ് പറയുന്നത്. ക്ലാസ് റൂമിൽ വെച്ചിട്ട് ഇൻസൾട്ട് ചെയ്യാറുണ്ട്. ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. പിന്നെ അവർ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി ഒരു ഇഷ്യൂ ഉണ്ട്, ആ ഫാമിലിൻ്റെ ഒരു ഇഷ്യൂവിൻ്റെ കാരണം കൊണ്ടാണ് അവൻ ചെയ്തതെന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് അവർ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് അവർ കൊടുത്തത്. ഞങ്ങളവിടെ ചെന്നതിന് ശേഷമാണ് അറിയുന്നത് നമ്മളെ കുടുംബത്തിൽ ഫാമിലി ഇഷ്യൂ ഉണ്ടെന്ന്. അവർ പറഞ്ഞാണ് ഞങ്ങൾ അറിയുന്നത് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടെന്നുള്ളത്. പിന്നെ ആദ്യത്തിൻ്റെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളായിട്ട് സംസാരിച്ചിരുന്നു. അത് അവരായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമൊന്നും തരുന്നില്ല. കുട്ടിക്ക് ഭയങ്കര പേടിയാണ്. കാരണം എന്തെങ്കിലും തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയാമല്ലോ INC സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഇവർ കൊടുക്കത്തില്ല. അതുകൊണ്ട് എല്ലാവർക്കും തുറന്ന് പറയണമെന്നുണ്ട്, പക്ഷേ ആർക്കും തുറന്ന് പറയാൻ വയ്യ. അത്ര പേടിയാണ്, അത്ര ടോർച്ചറിങ് ഉള്ളൊരു കോളേജ് അതെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഫോൺ ചെയ്യുന്ന സമയത്ത് എങ്ങാനും ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഈ അടുത്ത ദിവസങ്ങളിൽ? ഇല്ലല്ല, അവൻ നല്ല രീതിയിലാണ് സംസാരിച്ചത്. ഇത് ചെയ്യുന്നതിൻ്റെ 2 ദിവസത്തിന് മുമ്പേ വീഡിയോ കോൾ വിളിച്ചിട്ട് നമ്മളെപ്പോഴും ചോദിക്കും, മക്കളെ നീ ഓക്കെ ആണോ എന്ന് നമ്മളെപ്പോഴും ചോദിക്കും. എല്ലാം വെച്ചാൽ കുഴപ്പമൊന്നുമില്ലെന്നാണ് എപ്പോഴും പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യമില്ല. പിന്നെ ഈ പെടുത്തിയെന്നാണ് പറയുന്നത്. അത് അവൻ്റെ കൂടെയുള്ള കുട്ടികളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ പറഞ്ഞത്. ഈ സാറിൻ്റെ പേരാണ് പറഞ്ഞത്. 2 സാറിൻ്റെ, ഒരു ഹർഷൻ എന്ന് പറഞ്ഞൊരു സാറും ഈ സന്ദീപ് പാണ്ഡെ എന്ന് പറഞ്ഞ സാർ, ഇവർ 2 പേരാണ് മൊത്തത്തിൽ പറയുന്നത്. ഇത്തരത്തിലൊരു കടുങ്കൈ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നോ? അച്ഛൻ അങ്ങനെ കരുതുന്നുണ്ടോ? ഇത്തരത്തിലൊരു കടുങ്കൈ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി? ഇല്ല, ഒരിക്കലും അങ്ങനെ ഒരു കടുങ്കൈ ചെയ്യാനുള്ള ഒരു സാഹചര്യവും അവനില്ല. അങ്ങനെ ചെയ്യത്തില്ല അവൻ. അങ്ങനെ പിന്നെ
ആദിത്യന് എങ്ങനെയാണ്? ബോൾഡായ ഒരു കുട്ടിയാണോ? എങ്ങനെയാണ്? ഇല്ലല്ലോ, അവൻ ക്ലാസ് ലീഡറാണ്. എല്ലാവർക്കും അവൻ്റെ അടുത്ത് വലിയ സ്നേഹമാണ്. അതുകൊണ്ട് അവന് എല്ലായിടത്തും സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് തൊട്ടേ അവൻ ക്ലാസ് ലീഡറാണ്. കാരണം അങ്ങനെ അവൻ ഓരോ കുട്ടികളുടെ അടുത്ത് പെരുമാറുന്നത് അവിടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ടീച്ചേഴ്സിനൊക്കെ വലിയ കാര്യം അവൻ്റെ അടുത്ത്. ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം ആദിത്യൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത്. പിന്നെ നേഴ്സാവണമെന്ന ആഗ്രഹം വലിയ ആഗ്രഹമായിരുന്നു, അങ്ങനെയാണോ? എൻ്റെ സാഹചര്യം, കുടുംബത്തിൻ്റെ പശ്ചാത്തലം എല്ലാം അവനറിയാം. ഞാൻ ഇപ്പം താമസിക്കുന്നതിന് ഒരു ജപ്തി ചെയ്തിട്ട് എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അതൊക്കെ വീണ്ടെടുക്കണം അങ്ങനെയുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. നിലവിലിപ്പോൾ അവിടെ പരാതി കൊടുത്തു വെച്ചോ? അവിടെ പരാതി കൊടുത്തു. അവിടെ നമുക്ക് നീതി കിട്ടത്തില്ല. കാരണം അത് DK ശിവകുമാർ എന്ന് പറയുന്നത് ഉന്നതൻ്റെ കോളേജാണ്. അത് മാനേജ്മെൻറ്റൊക്കെ അത്രയും സ്ട്രോങ് ആണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഒരിക്കലും ഒരു നീതി കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. ഒരു ആത്മഹത്യ തന്നെയാണോ എന്നുള്ളൊരു സംശയം അത്തരത്തിലുണ്ടോ? അച്ഛനുണ്ടോ? അവനെ കൊണ്ട് സ്വയം ചെയ്യിപ്പിച്ച ഒരു സാഹചര്യം അവരുണ്ടാക്കി വെച്ചെന്ന പറയുന്നു മറ്റുള്ളവർ. അവൻ ചെയ്യൂല, പക്ഷെ അവൻ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലോട്ട് അവർ കൊണ്ടെത്തിച്ചെന്നാണ് പറയുന്നത്. അവിടെ പരാതി കൊടുത്തിട്ട് കാര്യമില്ല എന്നാണ് മനസ്സിലായത്. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി കുറേ സമയം കാത്തിരുന്നു ഇൻസ്പെക്ടറെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഓരോരുത്തർ വന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ DK ശിവകുമാറിൻ്റെ ഭാര്യയുടെ റിലേറ്റീവാണ്, അത് അനീറ്റു ചേട്ടത്തിയാണ്. അവർ വന്നുടനെ അവരെ വിളിച്ച് അകത്ത് കയറി അവർ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പുറത്ത് പോയതിന് ശേഷമാണ്, നമ്മളോട് ബഹളം ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ അങ്ങോട്ട് ഈ സീനെ കാണാൻ പോലും നമുക്ക് കഴിഞ്ഞത്. കാരണം അത്രയും പിടിപാടാണ് അവർക്ക് അവിടെ ഉള്ളത്. കോളേജ് അധികാരികളായിട്ട് സംസാരിക്കാൻ പറ്റുക ചെയ്തു. കോളേജ് അധികാരികൾ പറയുന്നത് ഫാമിലി ഇഷ്യൂ ആണെന്നുള്ളത് അവർ വരുത്തി തീർത്തുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ ഫാമിലിയിൽ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നുള്ളത് അവരങ്ങനെ വരുത്തി തീർക്കുക. അവരുടെ ഭാഗത്ത് വേറൊരു ഇഷ്യൂ ഇല്ല എന്ന് വരുത്തി തീർത്തുകൊണ്ടിരിക്കുക അവർ. ഈ ഒരു സാഹചര്യത്തിൽ ചോദിക്കാൻ പറ്റുമോ എന്നറിയില്ല, നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും നിയമ നടപടിയായിട്ട് ഞാൻ പറഞ്ഞില്ല, മാധ്യമങ്ങളുടെ ഒരു സഹായം മാത്രമേ എനിക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ എനിക്ക് അവിടെ നിന്നൊരു നീതി ഒരിക്കലും കിട്ടില്ല. കാരണം ഈ പറഞ്ഞ DK ശിവകുമാർ ആണെന്നുള്ളത് നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് എല്ലാവർക്കും അറിയാം, അതിൻ്റെ ഹോൾഡ് എന്താണെന്നുള്ളത്. അപ്പം അവിടെ നിന്നുകൊണ്ട് നമുക്കൊരു നീതി ഒരിക്കലും എത്ര പോരാടിയാലും നമുക്ക് കിട്ടില്ല എന്നുള്ളത് നമുക്ക് മാധ്യമങ്ങൾ വഴിയും ഇനി ഒരു മലയാളിയും ആ BTL സ്കൂൾ ആ കോളേജിൽ അഡ്മിഷൻ എടുക്കരുത്, അതുമാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ മോന് സംഭവിച്ചത് വേറെ ആയിരിക്കും സംഭവിക്കാൻ പാടില്ല. എന്തായാലും ആദിത്യൻ്റെ അച്ഛൻ നമ്മളോട് വ്യക്തമാക്കുന്നത് ഈ കോളേജിലെ അധ്യാപകനായ സന്ദീപ് പാണ്ഡെ നിരന്തരം തന്നെ അപമാനിച്ചുവെന്നും ഇതിൽ മനംനൊന്താകാം ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് ആദിത്യനെ നയിച്ചത് എന്നാണ് അച്ഛൻ ആരോപിക്കുന്നത്. അതുകൂടാതെ ഈ ഒരു വിഷയത്തിൽ നിരവധി ദുരൂഹതകളും നിലനിൽക്കുകയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.